കണ്ണാടിയിലൂടെ കേരളീയ ദർശൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണാടിയിലൂടെ എന്ന പരിപാടിയിലേക്ക് ബഹുമാന്യ പ്രേക്ഷകരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വിവിധ വിഷയങ്ങൾ അവലോകനം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ചും കാലഘട്ടത്തിന് അനുസൃതമായ യാദൃശ്യമായി വന്നുപെടുന്ന വിഷയങ്ങളെ അവലോകനം ചെയ്തുകൊണ്ടാണ് കണ്ണാടിയിലൂടെ എന്ന പരിപാടി മുന്നോട്ട് പോകുന്നത്. കേരള വിദ്യാഭ്യാസ രീതി, ആ വിദ്യാഭ്യാസ രീതിയിൽ എവിടെ നിന്നോ ആരുടെയോ തലയിൽ ഉദിച്ച ഒരു കാര്യമാണ്. അത് മന്ത്രിസഭ അംഗീകാരം കൊടുക്കുകയും ചെയ്തത്. അതായത് ആൾ പാസ്, എല്ലാവരെയും പാസ്സാക്കുക. ഇത് എവിടെ നിന്നാണ് വന്നത്, ആരുടെ ബുദ്ധിയിലാണ് ഉദിച്ചത്, ഏത് വിദ്യാഭ്യാസ വിഭൂഷണിലാണ് ഇത് ഉദിച്ചതെന്നൊന്നും അതിനെക്കുറിച്ചൊന്നും കിടക്കുന്നില്ല. അതൊരു തലതിരിഞ്ഞ തുക്കളക്ക് പരിഷ്കാരമായിരുന്നു എന്നും ആക്ഷേപിക്കുന്നില്ല. എന്നാൽ അത് മിടുക്കന്മാരായ വിദ്യാർത്ഥികളെ അവഹേളിക്കുന്ന നിലയിലായിപ്പോയി എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അതിന്റെ ഫലം ആൾ പാസ് അംഗീകരിച്ചതിന്റെ ഫലമായിട്ട് പല വിദ്യാർത്ഥികളും പഠിത്തങ്ങളിൽ പിന്നോക്കം അറിഞ്ഞുകൊണ്ട് പോയി. അധ്യാപകരാവട്ടെ പഠിപ്പിച്ചില്ലെങ്കിലും ഇവനൊക്കെ ജയിക്കുമല്ലോ, ഇവനൊക്കെ ഈ ആൾ പാസിന്റെ നിലയിൽ ഇവനെല്ലാം ജയിച്ചു പോകുമല്ലോ എന്ന ഒരു ചിന്താഗതി അധ്യാപകരെല്ലാം ഉണ്ടായി. അവരെ പഠിപ്പിക്കുന്നതിൽ നിന്നും അലസത ഉണ്ടാക്കിയെടുത്തു. അധ്യാപകരെ അലസത ഉണ്ടാക്കിയെടുത്തു, വിദ്യാർത്ഥികളുടെ മേൽ അലസത ഉണ്ടാക്കിയെടുത്തു, രക്ഷകർത്താക്കളുടെ മേൽ അലസത ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ അത് സമൂഹത്തിലും അലസത ഉണ്ടാക്കിയെടുത്തു. അതാണ് ഈ വർഷം മാറ്റിമറിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ്, വിദ്യാഭ്യാസ മന്ത്രി എല്ലാം മാറ്റം കുറിച്ചിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് 30% മാർക്ക് ലഭിക്കാത്തവൻ അവൻ അടുത്ത ക്ലാസ്സിലേക്ക് പോകണ്ട എന്ന തീരുമാനം എടുത്തത് വളരെ ഉചിതമാണ്. 30% മാർക്കല്ല, മുമ്പെല്ലാം 35%, 40% മാർക്ക്. മലയാളത്തിന് 40%, മറ്റ് വിഷയങ്ങൾക്ക് 35% മാർക്ക് വാങ്ങാത്തവൻ തൊട്ട് അടുത്ത ഉയർന്ന ക്ലാസ്സിലേക്ക് പോകാൻ അനർഹനാണ് എന്ന് വിധി മുമ്പെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട്, അതെല്ലാം പാടെ വിസ്മരിച്ചുകൊണ്ടാണ് ആൾ പാസ് സമ്പ്രദായം കൊണ്ടുവന്നത്. അതിന്റെ ഫലമായിട്ട് പഠിക്കാത്തവനും പഠിക്കുന്നവനും 99% മാർക്ക് വാങ്ങുന്നവനും 10% മാർക്ക് വാങ്ങുന്നവനും ഒരേ ഗ്രേഡിൽ വരികയും ആൾ പാസിൽ അവരെല്ലാം വിജയിച്ച് തൊട്ട് ഉയർന്ന ക്ലാസ്സിലേക്ക് പോകുന്നതിനുള്ള അർഹത നേടുകയും ചെയ്തു. ഇതാണ് ഇപ്പൊ മാറ്റിമറിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മന്ത്രിസഭയ്ക്ക് ഈ തീരുമാനം എടുത്തതിൽ ആദ്യം തന്നെ ഒരു സല്യൂട്ട് നൽകുകയാണ്. 30% മാർക്ക് വാങ്ങാത്ത വിദ്യാർത്ഥികൾ ഒരു കാരണവശാലും തൊട്ടടുത്ത ഉയർന്ന ക്ലാസ്സിലേക്ക് പോകാൻ അർഹരല്ല. ഈ തീരുമാനത്തെ എടുത്തതുകൊണ്ട് വിദ്യാർത്ഥികൾ പഠിത്തത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുമെന്ന് മാത്രമല്ല, അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരും പഠിപ്പിക്കുന്ന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കും. അതിന് കാരണം വിദ്യാർത്ഥികളോടുള്ള ആത്മാർത്ഥത ആയിരിക്കണമെന്നില്ല, സമൂഹം പഠിക്കുമെന്നുള്ള ഭയം ഉണ്ടാവാം. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം, സ്കൂൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാ വർഷവും പഠിപ്പിക്കുന്ന വിഷയം ഒന്നായതുകൊണ്ട് അവർ കൂടുതൽ പഠിക്കുന്നതിന്, അല്ലെങ്കിൽ സർവകലാശാല അധ്യാപകരെ പോലെ അവർ കൂടുതൽ പഠിക്കുന്നതിന് മിനക്കെടാറില്ല. അതുകൊണ്ട് ഈ ഒരു തീരുമാനം
അധ്യാപകർ കൂടുതൽ പഠിക്കുന്നതിലേക്ക് അവരെ പ്രേരിപ്പിക്കും. ഒരു ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട അധ്യാപകൻ കച്ചത്ത് ഒരു ദേശാഭിമാനിയോ ഒരു ജനകീയമോ പത്രം വെച്ചുകൊണ്ട് രാവിലെ സ്കൂളിൽ വരും. അവർ വിദ്യാർത്ഥികളോട് ആത്മാർത്ഥമായി പഠന വിഷയത്തിൽ സമ്മതിക്കാൻ തയ്യാറാവുന്നില്ല. അവർ എന്തൊക്കെയോ പറഞ്ഞിട്ട് ക്ലാസ് പീരീഡ് അവസാനിക്കുമ്പോൾ അവർ ഇറങ്ങിപ്പോകുന്നു. മറിച്ച് വലതുപക്ഷ യൂണിയനിൽപ്പെട്ട ഒരു അധ്യാപകരാണെങ്കിൽ അവൻ മലയാള മനോരമയോ വീക്ഷണമോ കക്ഷത്ത് വെച്ചുകൊണ്ടായിരിക്കും സ്കൂളിലേക്ക് വരുന്നത്. ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട അധ്യാപകരും ആ പത്രങ്ങൾ നിവർത്തി നോക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. സ്കൂൾ അധ്യാപകരെ കുറിച്ച് ലോക മഹാപണ്ഡിതന്മാരിൽ ഒരാളായ ഡോക്ടർ ഗുരു നിത്യചൈതന്യതി പറഞ്ഞ ഒരു വാചകം ഞാൻ കടമെടുക്കുകയാണ്. ഈ സ്കൂൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളല്ലാണ്ട് വിദ്യാർത്ഥികളെ എല്ലാ വർഷവും പഠിപ്പിക്കുന്ന അതേ വിഷയം ആവർത്തിക്കുന്നത് കൊണ്ട് അവർക്കുണ്ടാകുന്ന വിരലത, അവർക്കുണ്ടാകുന്ന ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ, വിരലസതയാണ്. അതുകൊണ്ട് അവർ വിദ്യാർത്ഥികളെ പുതിയ വിജ്ഞാനം പകർന്നു നൽകാറില്ല. അവരെന്നും ഈ ഒരു അസൂയാലുക്കളായി വിദ്യാർത്ഥികളെ എന്നും പഠിപ്പിക്കുന്ന വിഷയം ഒന്നായതുകൊണ്ട് പുതുതായിട്ട് അവരെ ഒന്നും പഠിക്കുന്നില്ല. അവരെപ്പോഴും ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് ക്ലാസ്സുകളിൽ ചെല്ലുന്നത്. അവർ പൂർണ്ണമായും അസൂയാലുക്കളാണ്. തൻ്റെ വീടിനടുത്തുള്ള ഒരാള്, ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു യുവാവ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ പോയി അവിടത്തെ മലരാരണ്യത്തിൽ പൊള്ളുന്ന വെയിലത്ത് പണി ചെയ്ത് കുറെ കാശുണ്ടാക്കി അവന്റെ വീടൊന്ന് മോടി പിടിപ്പിച്ചാൽ അവന്റെ ഓല കെട്ടിയ വീട് ഒന്ന് ടെറസ് ബിൽഡിംഗ് ആക്കിയാൽ തൊട്ട് അയൽവക്കക്കാരനായ ഈ സ്കൂൾ അധ്യാപകന് സഹിക്കാൻ ഒക്കില്ല. അത് അവന്റെ ഒരു സ്വഭാവ രീതിയാണ്. അതുപോലെ തന്നെ അവന്റെ അസൂയ, മറ്റെല്ലാ മേഖലകളിലും അവന്റെ അസൂയ കടന്നു ചെല്ലും. അതോടൊപ്പം തന്നെ അവന്റെ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്. ഞാനാണ് പുതിയ തലമുറയെ വാർത്തെടുക്കുന്നത്, എന്റെ തലയ്ക്കകം മുഴുവൻ അറിവാണ്, പാണ്ഡിത്യമാണെന്നുള്ള തെറ്റായ ഒരു വിശകലന, ഒരു ധാരണ ഈ സ്കൂൾ അധ്യാപകന്റെ മനസ്സിലുണ്ട്. അവർ ഒന്നിനെയും അംഗീകരിക്കില്ല, എല്ലാത്തിനെയും വിമർശിക്കുന്ന ഒരു സ്വഭാവം സ്കൂൾ അധ്യാപകർക്കുണ്ട്. അവരാണ് ഈ രാജ്യത്തെ അറിവിന്റെ ഉറവിടം എന്ന തെറ്റായ ധാരണയോട് കൂടിയാണ് ഈ സ്കൂൾ അധ്യാപകർ സ്കൂളുകളിൽ എത്തുന്നത്. അവരാണ് ഈ സ്കൂളിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത്. പലപ്പോഴും അവരെ പഠിപ്പിക്കുന്നതിൽ നിന്ന് വിമുഖത കാണിക്കാറുണ്ട്. അവരെന്തെല്ലാമോ പറഞ്ഞിട്ട് പോകുന്നു, അതാണ് സത്യം. മാത്രമല്ല, ഈ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു രഹസ്യമായ ഒരു കാരണം, ഒരു കാര്യം, ഇത്രയും കാരണം ഇവർക്കെല്ലാം മാന്യമായ ശമ്പളം ലഭിക്കാറില്ല. ഇപ്പോൾ മാന്യമായ ശമ്പളം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് വേറൊരു വസ്തുത. എങ്കിൽ തന്നെയും അവിടെ ആ സ്കൂൾ അധ്യാപകൻ എന്ന നിലയിലുള്ള പഴയ സ്വഭാവത്തിൽ നിന്ന് അവർ മാറിയതായിട്ട് അറിവില്ല. ഇവിടെ മറ്റൊരു സ്വഭാവം എന്ന് പറയുന്നത്, ഇത്രയൊക്കെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഈ അധ്യാപകൻ സഹപ്രവർത്തകർക്ക് രഹസ്യമായി പലിശയ്ക്ക് പണം കൊടുക്കുമെന്നുള്ളതാണ്. ഇതെല്ലാം ഞാൻ പച്ചയായിട്ട് പറയാൻ കാര്യം, ഈ സമൂഹത്തിൽ നിന്നും അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും കിട്ടിയ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത്രയധികം പച്ചയ്ക്ക് പറയുന്നത്. ഞാൻ നീട്ടുന്നില്ല. ഞാൻ നീട്ടിയാൽ ഒരുപാട് അധ്യാപകരുടെ വെറുപ്പ് ഞാൻ സമ്പാദിക്കേണ്ടി വരും. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർ എന്നും അസൂയാലുക്കളാണ്. മറ്റുള്ളവരുടെ കഴിവിനെ അവർ അംഗീകരിക്കാറില്ല. ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. ഒരു സ്കൂൾ അധ്യാപകൻ കേട്ടെടുത്ത് ഇടുകയായിരുന്നു. ആ കേട്ടെടുത്ത് ശരിയായി ഉത്തരം എഴുതിയോ എന്നറിയുന്നതിന് വേണ്ടി ഇയാൾ വിദ്യാർത്ഥിയുടെ അരിയിലൂടെ നടക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി
അപ്പൂപ്പൻ എന്ന കേട്ടെഴുത്തിന് അപ്പൂപ്പൻ എന്നുള്ളതിന് ഒരു പായേ ഇട്ടുള്ളൂ. അധ്യാപകൻ ആ കുട്ടിയോട് ചോദിച്ചു, എടോ തന്റെ അപ്പൂപ്പന് ഒരു പായേ ഉള്ള? നിഷ്കളങ്കനായ ആ സ്കൂൾ കുട്ടി പറഞ്ഞു, ഇപ്പോൾ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഒരു പായേ ഉള്ളു എന്നാ നിഷ്കളങ്കനായ കുട്ടി പറഞ്ഞു. ഇതാണ് സ്കൂൾ അധ്യാപകന്റെ ഒരു പഠന രീതി. നമുക്ക് അടുത്തയിലേക്ക് കടക്കാം. ഇന്ന് ഏറ്റവും കൂടുതൽ മീഡിയകളും രാഷ്ട്രീയക്കാരും സാഹിത്യകാരന്മാരും അതോടൊപ്പം സർവന തൊഴിലാളി വർഗ വിഭാഗങ്ങളും ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് വയനാട് ജില്ലയെക്കുറിച്ചാണ്. വയനാട് ജില്ലയിൽ ഈ അടുത്ത കാലത്തുണ്ടായ ഉരുൾപൊട്ടൽ, അതിൽ ജീവൻ നഷ്ടപ്പെട്ടവര്, ആ ജീവൻ നഷ്ടപ്പെട്ടവരുടെ യഥാർത്ഥ കണക്ക് സർക്കാരിന് ഒരുപക്ഷെ ഏകദേശമൊക്കെ രൂപം അറിയാമെങ്കിലും സർക്കാർ ആ കണക്ക് പുറത്തുവിടാൻ ധൈര്യപ്പെടുന്നില്ല. എന്നാലും 1000-ലധികം മനുഷ്യജീവൻ അവിടെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത. അവിടെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം, അവിടെ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര പരിസ്ഥിതി ബോർഡ് അല്ലെങ്കിൽ കേന്ദ്ര വനം വകുപ്പ് മന്ത്രിയുടെ മന്ത്രാലയം ഒരു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മുന്നറിയിപ്പ് കൊടുത്തു എന്നാണ് പറയുന്നത്. വയനാട് ജില്ലയിലെ ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കയത്തും ഒക്കെ തന്നെ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട്. അതിന് മുൻകരുതലെടുക്കണം എന്നുള്ളത് ഒരു വർഷങ്ങൾക്ക് മുമ്പേ കേന്ദ്ര വനം വകുപ്പ് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. അവിടെയെല്ലാം അനധികൃതമായിട്ട് റിസോർട്ടുകള്, കോറികള്, അതുപോലെ തന്നെ മണൽ ഖനനങ്ങളെല്ലാം നടക്കുന്നുണ്ടെന്നുള്ള മുന്നറിയിപ്പ് ഒരു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകി എന്നാണ് പറയുന്നത്. എന്നാൽ അതൊന്നും സംസ്ഥാന സർക്കാർ കാര്യമായി എടുത്തില്ല എന്നുള്ളതാണ് ആ വസ്തുത. അത് കാര്യമായി എടുത്തിരുന്നുവെങ്കിൽ അവിടെയുള്ളവരെ മാറ്റി പാർപ്പിക്കുന്നതിനുള്ള, അവിടെയുള്ള ചൂരൽമലയിലും തൊട്ടടുത്ത പ്രദേശങ്ങളിലുള്ള ജനങ്ങളെ മാറ്റി പാർപ്പിക്കണമെന്ന് പരിസ്ഥിതി ലോലമായ പ്രദേശങ്ങളാണെന്നുള്ള മുന്നറിയിപ്പ് കിട്ടിയിട്ടും അതിനുള്ള നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. എന്തുകൊണ്ട് തയ്യാറായില്ല എന്ന് ചോദിച്ചാൽ, അത് തയ്യാറായി കഴിഞ്ഞാൽ അവിടെ പ്രവർത്തിക്കുന്ന കോറികള്, അവിടെ പ്രവർത്തിക്കുന്ന റിസോർട്ടുകള്, അവിടെ പ്രവർത്തിക്കുന്ന മണൽ ഖനനങ്ങള് ഇതെല്ലാം കർശനമായി നിരോധിക്കേണ്ടി വരും. അങ്ങനെ നിരോധിച്ചാൽ ഇവരിൽ നിന്ന് കിട്ടുന്ന വരുമാനം, മാംസപ്പടി ഇല്ലാതെയാവും. അത് എത്രത്തോളം ഒളിച്ചു വെച്ചിട്ടും കാര്യമില്ല. അതൊരു നഗ്ന സത്യമാണ്. വയനാട് ജില്ലയിലെ അനധികൃതമായിട്ട് അവിടെ 97 റിസോർട്ടുകൾ 98 റിസോർട്ടുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ടൂറിസം വകുപ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയെല്ലാം അനധികൃതമായിട്ടുള്ള മണൽ ഖനനവും അതുപോലുള്ള കോറികളും പ്രവർത്തിക്കുന്നുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗം സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസം വിജിലൻസ് വകുപ്പിൽ നിന്നും സ്വയം VRS എടുത്ത് സ്വയം മാറി വിദേശത്ത് അമേരിക്കയിൽ അധ്യാപകനായി പോകാൻ പോകുന്ന ഒരു DGP ആ സത്യം ഇന്നലെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ട് ആരെ പേരിലാണ് ഇതിനെതിരെ കേസെടുക്കേണ്ടതെന്ന് ചിന്തിക്കേണ്ടതാണ്. ഇപ്പൊ ഹൈക്കോടതി സ്വന്തമായിട്ട് കേസെടുത്തിരിക്കുന്നു. ഇവിടത്തെ സംസ്ഥാന സർക്കാരിനെയും അതുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പിനെയും പ്രതി ചേർത്ത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുക്കണമെന്നാണ് ഈ അവസരത്തിൽ കേരളീയ ദർശന് പറയാനുള്ളത്. ഇതൊരു അഭ്യർത്ഥനയല്ല, ഇതൊരു ആവശ്യപ്പെടുകയാണ്. ഇത് കാര്യമായി എടുക്കാതിരിക്കുന്ന സംസ്ഥാന സർക്കാരിനെയും ഇത്രയും 1000-ലധികം മനുഷ്യജീവൻ നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ചും ഒരു സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ കണ്ണാടിയിലൂടെ എന്ന പരിപാടി ഇവിടെ പൂർത്തിയാക്കുകയാണ്. നന്ദി, നമസ്കാരം.